നമുക്ക് പോകാനുള്ളത് കണ്ണൂരിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് തിരികെ പോകാം. കണ്ണൂരിൽ കെ സുധാകരനെ കാണാൻ വേണ്ടി കണ്ണൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ എത്തിയിരിക്കുന്നു. നേരത്തെ ടി ഒ മോഹനന്റെ ഒരു പ്രതികരണം വന്നത് ആശങ്കയൊക്കെ നീങ്ങി ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും, കെ സുധാകരൻ സ്വതന്ത്രനാകില്ല, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു. ആശങ്കകളൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഈ സ്വതന്ത്രനായി മത്സരിക്കില്ല എന്ന പ്രഖ്യാപനമൊക്കെ വലിയ ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് ഇനി ഒറ്റക്കെട്ടായി പോകും, കെ സുധാകരന്റെ പിന്തുണയുണ്ടാകും. അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചാണ് ടി ഒ മോഹനൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. UDF സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ നേരത്തെ പറഞ്ഞത് നിരവധി ഘടകങ്ങൾ തനിക്ക് അനുകൂലമായുണ്ട്. മേയർ എന്ന നിലയിൽ താൻ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ, പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം, ഇതൊക്കെ തന്നെ തനിക്ക് ഗുണം ചെയ്യും എന്നാണ് ടി ഒ മോഹനൻ പറഞ്ഞത്. ഇപ്പോൾ കെ സുധാകരന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ ആകാംക്ഷ നിറഞ്ഞ അഭ്യൂഹങ്ങൾ പരന്ന മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും, അദ്ദേഹം BJP നേതൃത്വവുമായി സംസാരിക്കുന്നു എന്ന് തുടങ്ങി അഭ്യൂഹങ്ങൾ പലത് പരന്നു. പക്ഷേ കെ സുധാകരന്റെ പ്രതികരണം ഒടുവിൽ ഇന്നലെ 8 മണിയോടുകൂടിയാണ് വന്നത്. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അതിനുശേഷം ഇപ്പോൾ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ കെ സുധാകരനെ നേരിൽ കാണാൻ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ. നമുക്ക് വിവരങ്ങൾ നൽകാൻ അജീഷ് ജയകുമാർ ഉണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, ടി ഒ മോഹനൻ ആദ്യം പ്രതികരിച്ചത് വലിയ ആശ്വാസമാണ്, ആശങ്കകളൊക്കെ നീങ്ങിക്കഴിഞ്ഞു, ഇനി കെ സുധാകരന്റെ പിന്തുണയോടുകൂടി പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി തന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്ന ശുഭപ്രതീക്ഷയായിരുന്നു ടി ഒ മോഹനൻ പങ്കുവച്ചത്. ഇപ്പോൾ അദ്ദേഹം കെ സുധാകരനെ കാണാൻ എത്തിയിരിക്കുന്നു. സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമോ അതോ അദ്ദേഹം മാറി നിൽക്കുമോ എന്നതിലൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റന്നാൾ അദ്ദേഹം ഇരിക്കൂറിൽ ഇറങ്ങുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ടി ഒ മോഹനൻ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായോ? ഇപ്പോൾ ഈ കെ സുധാകരന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ടി ഒ മോഹനൻ ഇരിക്കുകയാണ്. കെ സുധാകരനെ കാത്തിരിക്കുകയാണ്. കെ സുധാകരന്റെ ആശീർവാദത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കാനാണ് കണ്ണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കെ സുധാകരന്റെ വീട്ടിലെത്തിയത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ കെ സുധാകരനുമായി ഈ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ആയിരുന്ന സമയത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ടി ഒ മോഹനന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയാകാൻ കെ സുധാകരൻ ഇല്ലെങ്കിൽ കെ സുധാകരൻ നോമിനികളായി മറ്റ് 2 പേരുടെ പേരുകളായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ടി ഒ മോഹനന്റെ പേര് എത്തിയത്. അതുകൊണ്ട് തന്നെ ടി ഒ മോഹനൻ കെ സുധാകരൻ കൂടിക്കാഴ്ച നിർണായകമാണ്. കാരണം കണ്ണൂർ പോലൊരു മണ്ഡലത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ LDF കഴിഞ്ഞ 2 തവണ ജയിച്ചൊരു മണ്ഡലത്തിൽ കെ സുധാകരന്റെ പിന്തുണ ഇല്ലാതെ അവിടെ ജയിച്ചു കയറുക വലിയ പാടാണ്. അതുകൊണ്ടാണ് കെ സുധാകരന്റെ കൂടി പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് സജീവമാകാൻ ടി ഒ മോഹനൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്യാമ്പ് തീരുമാനിച്ചതും അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ സമൂഹ ഈദ്ഗാഹിൽ പങ്കെടുത്തുകൊണ്ട് പ്രചാരണം തുടങ്ങി അദ്ദേഹം 11:30ഓടെയാണ് കെ സുധാകരന്റെ വീട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുകയാണ്. അല്പസമയത്തിനകം ആ കൂടിക്കാഴ്ച ആരംഭിക്കും. കെ സുധാകരന്റെ ആശീർവാദത്തോടെ തുടങ്ങാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. എന്തായാലും കണ്ണൂരിലടക്കം പ്രചാരണത്തിൽ ഇറങ്ങുമെന്ന് കെ സുധാകരന്റെ കൂടെയുള്ള വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഇതിന്റെ തുടക്കമായി ഇരിക്കൂറിലായിരിക്കും അദ്ദേഹം മറ്റന്നാൾ മുതൽ പ്രചരണം തുടങ്ങുക. അതിനുശേഷം മട്ടന്നൂർ, തലശ്ശേരി മണ്ഡലങ്ങളിലും കെ സുധാകരൻ ഏതായാലും കെ സുധാകരൻ പ്രചാരണ രംഗത്ത് സജീവമാകാൻ പോകുന്നു. ടി എം മോഹനൻ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൽ നിന്ന് ആശീർവാദം വാങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ വേണ്ടി കെ സുധാകരന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.